നമസ്കാരം. അഗോര വിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ജൂലൈ 1-ാം തീയതി ചൊവ്വാഴ്ചയാണ് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ കർക്കടം മാസത്തിലേക്ക് സംക്രമിക്കുമ്പോൾ കർക്കട മാസം 1-ാം തീയതി ആരംഭിക്കുകയാണ്. ഈ വരുന്ന ജൂലൈ 17-നാണ് കർക്കട മാസം 1-ാം തീയതി ആരംഭിക്കുന്നത്. അന്ന് രാവിലെ 5:55 സൂര്യോദയം, വൈകിട്ട് 7:10 അസ്തമയവും സംഭവിക്കുന്നതാണ്. ജൂലൈ 28 ചൊവ്വ കന്നി രാശിയിലേക്ക് നീങ്ങുമ്പോൾ ഈ മാസം മുഴുവൻ സൂര്യൻ കർക്കിടത്തിൽ തുടരുന്നതാണ്. ജൂലൈ 26 വരെ ശുക്രൻ ഇടവത്തിലാണ്. അതിനുശേഷം മിഥുനത്തിലേക്ക് സംക്രമിക്കുന്നതാണ്. ഈ മാസം ആരംഭിക്കുന്നതോട് കൂടിയിട്ട് 12 നക്ഷത്രക്കാർക്ക് ഏറ്റവും സമ്പന്ന യോഗവും ശ്രേഷ്ഠമായ ഗുണഫലങ്ങളും ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ കർക്കിടക മാസം അഥവാ ജൂലൈ മാസം. കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ച് വിവാഹം അല്ലെങ്കിൽ ഗൃഹപ്രവേശം അങ്ങനെയുള്ള ശുഭകാര്യങ്ങളൊന്നും സാധാരണ ചെയ്യാറില്ല. പിന്നെ ചികിത്സ, അതേപോലെ ആത്മീയമായ കാര്യങ്ങൾ, ക്ഷേത്ര ദർശനങ്ങൾ, ഇതൊക്കെ നമുക്ക് ഈ മാസം നടത്താവുന്നതാണ്. ഈ മാസത്തിന് പിതൃബലിക്ക്, അതായത് കർക്കിടക മാസത്തിലെ വാവിന് പിതൃബലിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണഫലങ്ങൾ ലഭിക്കുന്ന മാസമാണ് കർക്കിടകം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, പിതൃബലി നടത്താൻ കഴിയുന്നവരെല്ലാവരും നടത്തണം. ഈ മാസം ഏറ്റവും നല്ല ഫലങ്ങളാണ്. നമ്മുടെ മരിച്ചുപോയ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും, നമ്മുടെ അറിഞ്ഞോ അറിയാതെയോ മരിച്ചുപോയ ആൾക്കാർക്കും, അപ്പൊ നമ്മുടെ വീട്ടില് അതായത് മരിച്ചുപോയ നാൽക്കാലികൾക്ക് വരെ ഈ ബലി ഇടുന്നതോട് കൂടിയിട്ട് ഗുണഫലങ്ങൾ ലഭിക്കും. അതിന്റെ തൽഫലമായിട്ട് നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാകുന്ന ഒരു മാസം കൂടിയാണ് കർക്കിടകം. അപ്പൊ ഈ മാസം ആരംഭിക്കുന്നതോട് കൂടിയിട്ട് 12 നാളുകാർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളാണെന്ന് പറഞ്ഞു. ആ നക്ഷത്രക്കാര് ആരൊക്കെയാണെന്നും അവർക്ക് എന്തൊക്കെ ഗുണഫലങ്ങൾ ലഭിക്കുമെന്നും നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം. അതിനോടൊപ്പം തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. തുടർന്ന് വീഡിയോയിലേക്ക് പോകാം. ഈ കൂട്ടത്തിൽ വരുന്നത് ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണഫലങ്ങൾ ലഭിക്കുന്ന മാസമാണ് ജൂലൈ ആരംഭിക്കുന്നതോട് കൂടിയിട്ട് ഉണ്ടാവാൻ പോകുന്നത്. വിദേശ നിവാസം നടത്തുന്നവർക്ക് ഏറ്റവും ലാഭകരമായ എല്ലാ കാര്യങ്ങളും, ശമ്പളമായിക്കോട്ടെ, അങ്ങനെ എല്ലാ കാര്യത്തിലും ഇവർക്ക് ഒരു ലാഭം ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ്. ശമ്പള വർധനവ് ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനത്തിലെല്ലാം നല്ല മുന്നേറാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ മാത്രമല്ല, നമ്മുടെ മക്കൾ കാരണം രക്ഷിതാക്കൾക്ക് അഭിമാനത്തിന്റെ നെറുകയിലെത്താൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത്. വിവാഹ ആലോചനകൾ വന്ന് മുടങ്ങിപ്പോയവർക്ക് വിവാഹ ആലോചനകൾ പുനഃസ്ഥാപിക്കാനും, അതുപോലെ തന്നെ നല്ല വിവാഹ ആലോചനകൾ വരാനും, തന്നിമിത്തം കർക്കിടമാസം കഴിയുന്നതോട് കൂടിയിട്ട് വിവാഹം നടക്കാനും സാധ്യതയുള്ള നക്ഷത്രക്കാരാണ് ഈ കർക്കിടക മാസത്തിൽ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്ന ചില ഭാഗ്യങ്ങൾ വരാൻ പോകുന്നത്. അടുത്തതായിട്ട് പുണർത്ത നക്ഷത്രമാണ്. പുണർത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജോലിയിൽ നിൽക്കുന്നവർക്കെല്ലാം മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രമാകാൻ കഴിയും. കുറച്ചു കാലമായി മുടങ്ങിക്കിടക്കുന്ന ധനം കയ്യിലെത്താൻ സാധ്യതയുള്ള സമയമാണ്. പുതിയ ആശയങ്ങൾ കണ്ടെത്താനും അത് നിമിത്തം വൻ വിജയത്തിലെത്താനും സാധ്യതയുള്ള സമയമാണ്. വിവാഹ ആലോചനകൾ അഥവാ പങ്കാളികൾ നിമിത്തം സമ്പത്ത് വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമാണ്. ഇത്തരം പുണർത്ത നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല ഗുണഫലങ്ങളാണ് ജൂലൈ മാസത്തോടു കൂടി ലഭിക്കാൻ പോകുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത നക്ഷത്രത്തിലേക്ക് പോകാം. അടുത്ത രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു സമയം കൂടിയാണ്. ഗുരുവായൂരപ്പന്റെയും അഥവാ മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം ലഭിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ്. എല്ലാവർക്കും ഈ അനുഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇവരെ സംബന്ധിച്ച് അത് പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒന്നാണ് രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച്. മക്കളിൽ സംതൃപ്തി ലഭിക്കും. രക്ഷിതാക്കൾക്ക് മക്കളുടെ വിജയത്തിൽ ഇവരെ ആഹ്ലാദിക്കാൻ അവസരങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത്. കുറെ അധികം ബുദ്ധിമുട്ടുകൾ ഈ സാഹചര്യങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ടാവും. അതിന് തീരുമാനം ഉണ്ടാകാൻ പോവുകയാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പിന്നെ സർക്കാർ സർവീസിൽ നിയമനം ലഭിക്കാനുള്ള ഒരു സമയം കൂടി വന്നു ചേരാൻ പോവുകയാണ്. മുടങ്ങിക്കിടക്കുന്ന പല പദ്ധതികളും നടപ്പിലാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും.
പുതിയ പങ്കാളിത്തം കൊണ്ട് വൻ ബിസിനസ് ലാഭങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. സുഹൃത്തുക്കളുമായി ഒത്തുചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്തരം നല്ല കാര്യങ്ങൾ ഈ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ് ജൂലൈ മാസത്തിൽ. അടുത്തതായിട്ട് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ കടങ്ങളൊക്കെ തീർന്ന് ഒരു മനസ്സമാധാനം ലഭിക്കുന്ന സമയമാണ് ജൂലൈ മാസം ആരംഭത്തോട് കൂടിയിട്ടുണ്ടാവുക. കാരണം പല സാഹചര്യങ്ങളിലും കടം വന്നു ചേർന്ന് അത് ബാധ്യതയായി വന്ന് അതിൻ്റെ ഇടയിൽ നാണക്കേട് സംഭവിക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായവരുണ്ടാകാം. അവർക്ക് ഒരു സമാധാനം കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും. സർക്കാർ സർവീസിൽ ജോലിയിൽ ഇരിക്കുന്നവർക്ക് ഉയർന്ന പദവി ലഭിക്കാനും അത് നിമിത്തം സമ്പത്ത് വർദ്ധിക്കാനും സാധ്യതയുള്ള സമയമാണ്. വാക്ക് തർക്കങ്ങൾ ഉണ്ടായവർക്ക് അതിൽ നിന്നൊരു പരിഹാരം ആവാനുള്ള സാഹചര്യം ഉണ്ടാവും. കോടതി വ്യവഹാരങ്ങളിലൊക്കെ പെട്ടുകിടക്കുന്നവർക്ക് അതിന് തീരുമാനമുണ്ടാകും. കോടതിയിൽ കേസ് ഫയൽ ചെയ്തവർക്ക് അത് വിജയസാധ്യത കൂടുതലായി കാണുന്നു. അത്തം നക്ഷത്രക്കാർക്ക് ഇത്തരം സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന സമയമാണ് ഈ ജൂലൈ മാസത്തിൽ. അടുത്തതായിട്ട് വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന സമയമാണ്. ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സാധ്യതയുള്ള സമയമാണ്. പലതരത്തിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടും. അത് നിമിത്തം ഗുണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. പ്രണയബന്ധത്തിൽ അകപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് ഈ വിശാഖ നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. അത് നിമിത്തം വിവാഹം നടക്കാനും ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം. ചില കുറ്റപ്പെടുത്തലുകൾ വരാനും സാധ്യത കൂടുതലാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകേണ്ട ആൾക്കാരാണ് വിശാഖ നക്ഷത്രക്കാര്. മാത്രമല്ല തൊഴിൽ രംഗത്ത് അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും. ബിസിനസ് രംഗത്തായിക്കോട്ടെ ലാഭം പ്രതീക്ഷിക്കാം ധാരാളം. അടുത്തായിട്ട് പൂരാട നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചും ഒരു നല്ല സമയം കൂടിയാണ് ഈ ജൂലൈ മാസം ആരംഭിക്കുന്നതോട് കൂടിയിട്ട് സംഭവിക്കാൻ പോകുന്നത്. സർക്കാർ സർവീസുകളിലൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആ മനസ്സിലെ ആഗ്രഹം സാധിക്കാൻ ഉള്ള ഒരു സമയം വന്നു ചേരും. അതുപോലത്തെ വിദേശത്ത് തൊഴിലവസരങ്ങൾ തേടിയെത്തും. ധാരാളം തൊഴിലവസരങ്ങൾ ഇവർക്ക് വിദേശത്ത് വരാൻ സാധ്യതയുള്ള സമയമാണ്. സമ്പത്ത് വർദ്ധിക്കും. കടങ്ങളൊക്കെ വീടി ഒരു മനസ്സമാധാനം ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ അമ്മ മഹാലക്ഷ്മി ദേവിയും മഹാവിഷ്ണുവിന്റെയും അനുഗ്രഹം വേണ്ടുവോളം ലഭിക്കാൻ ഉള്ള ഒരു സമയമാണ്. ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങളായിരിക്കും ഇവരെ പുരാണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു ജൂലൈ മാസം തുടങ്ങുന്നതോട് കൂടിയിട്ട് ലഭിക്കാൻ പോകുന്നത്. എല്ലാ സൗഭാഗ്യങ്ങളും ഇവരെ തേടിയെത്താൻ സാധ്യതയുള്ള സമയം കൂടിയാണ് ഈ ജൂലൈ മാസം. അടുത്തതായിട്ട് പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കുടുംബജീവിതത്തിൽ നല്ല ഐക്യം ഉണ്ടാവുന്ന സമയമാണ്. അഭിപ്രായ ഭിന്നതകൾ, ദാമ്പത്യ ജീവിതത്തിലെ അഭിപ്രായ ഭിന്നതകൾ മാറി ഈ ഒരു സമയം നല്ലൊരു സന്തോഷത്തിന്റെ ഒരു സമയമായിട്ട് കണക്കാക്കി അത് അനുഭവത്തിൽ വരുന്ന സമയമാണ്. മാത്രമല്ല ഇവരെ സംബന്ധിച്ച് പിണങ്ങി പിരിഞ്ഞവർ, അത് സുഹൃത്തുക്കളായിക്കോട്ടെ, അതൊക്കെ അടുത്തു വരാനുള്ള സാഹചര്യം ഉണ്ടാവും. വിദേശത്ത് ധാരാളം തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന സമയമാണ്. സർക്കാർ സർവീസിൽ ഇരിക്കുന്നവർക്കും ഗുണകരമായ സമയമാണ് ഈ ഒരു മാസത്തിൽ ലഭിക്കാൻ പോകുന്നത്. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. സാമ്പത്തികമായും കുറെ മെച്ചങ്ങൾ ഉണ്ടാവുന്ന സമയമാണ് ഈ ഒരു ജൂലൈ മാസത്തിൽ. പൂരുരുട്ടാതി നക്ഷത്രക്കാര് ഏറ്റവും സൗഭാഗ്യത്തിന്റെ ഉന്നതിയിലെത്താം. എല്ലാം കൊണ്ടും ഈ നക്ഷത്രക്കാര് ഉന്നതിയിലെത്തുന്ന ഒരു മാസമാണ് ജൂലൈ മാസം തുടങ്ങുന്നതോട് കൂടിയിട്ടുണ്ടാകാൻ പോകുന്നത്. അടുത്തതായിട്ട് മൂല നക്ഷത്രമാണ്. മൂല നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗത്ത് നല്ല ഗുണഫലങ്ങൾ ലഭിക്കും. സർക്കാർ സർവീസിൽ ഇരിക്കുന്നവർക്കും ഗുണകരമായ സമയമാണ്. പുതിയ ആശയങ്ങൾ കണ്ടെത്താനും അത് നടപ്പാക്കാനും സാധ്യതയുള്ള സമയമാണ്. ദൈവാനുഗ്രഹം അത്യാവശ്യം അതിലധികമുള്ള സമയമാണ് മൂല നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയം. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം വേണ്ടുവോളമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇവര് എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങിയാലും അത് വിജയിക്കാൻ സാധ്യതയുള്ള സമയമാണ്. സുഹൃത്തുക്കളുമായി പിണങ്ങിപ്പിരിഞ്ഞിരിക്കുന്നവർക്ക് അത് അടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. ദമ്പതികൾ തമ്മിൽ നല്ല ഐക്യത്തോടെ ജീവിക്കാൻ സാഹചര്യം ഉണ്ടാവും. മക്കൾ നിമിത്തം രക്ഷിതാക്കൾക്ക് അഭിമാനത്തിന്റെ ഉന്നതിയിലെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു മാസം ഏറ്റവും നല്ല ശ്രേഷ്ഠ ഫലങ്ങൾ ലഭിക്കുന്ന സമയം തന്നെയാണ്. അടുത്തതായിട്ട് ഉത്തര നക്ഷത്രമാണ്. ഉത്തര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല പോസിറ്റീവായ മാറ്റങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും. ദാമ്പത്യ ജീവിതത്തിൽ നല്ല ഐക്യം ഉണ്ടാവും. അതുപോലെ സമ്പത്ത് വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ്. ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം ആ വിജയം വരാനും അത് നിമിത്തം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും സാധ്യതയുള്ള സമയമാണ്. വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് ആ ജോലി ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ്. ജോലിയിൽ ഇരിക്കുന്നവർക്ക് ഒരു ശമ്പളം വർധനവ് ഉണ്ടാവാനും നല്ല സാഹചര്യം വരാൻ, അങ്ങനത്തെ പലതരത്തിലുള്ള നല്ല സാഹചര്യങ്ങൾ ഉണ്ടാവാനും ഉള്ള ഒരു സാഹചര്യം ഒത്തുവരുന്ന ഒരു കാലഘട്ടമാണ് ഈ ജൂലൈ മാസം ആരംഭിക്കുന്നതോട് കൂടിയിട്ട് ഉണ്ടാവാൻ പോകുന്നത്.
അടുത്ത കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് കുടുംബജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുന്ന കാലമാണ്. മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ നിമിത്തം നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടാവാം. ആ ഒരു തെറ്റിദ്ധാരണ മാറി ജീവിതത്തിൽ നല്ല ഗുണാനുഭവങ്ങൾ ലഭിച്ച് തിരിച്ച് അവർ നമ്മളുമായിട്ട് സഹകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അത് ഏത് രംഗത്തായാലും, ബിസിനസ് രംഗത്തായാലും, നമ്മുടെ സുഹൃത്തുക്കൾ ഉള്ള കാര്യങ്ങളായാൽ പോലും, ഏത് തരത്തിലാണെങ്കിൽ പോലും ആ ഒരു തെറ്റിദ്ധാരണ മാറി ജീവിതത്തിൽ ഐശ്വര്യം വരാൻ സാഹചര്യമുള്ള സമയമാണ്. നിൽക്കാനും അത് നന്നായി മുന്നോട്ട് പോകാനും സാഹചര്യം ഉണ്ടാവും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമായ സമയം തന്നെയാണ്. സാമ്പത്തികമായ മെച്ചമുണ്ടാവും. ബിസിനസ് രംഗത്തായിക്കോട്ടെ, ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ഈ നക്ഷത്രക്കാർക്ക് നല്ല ഗുണകരമായ സമയം തന്നെയാണ്. അതുപോലെ തന്നെ സർക്കാർ സർവീസിൽ ഇരിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയം തന്നെയാണ്. ചില തെറ്റിദ്ധാരണകൾ മാറി മേലുദ്യോഗസ്ഥരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഈ നക്ഷത്രക്കാരെ. അടുത്തതായിട്ട് തിരുവോണ നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചൊന്ന് എടുത്തു പറയാനുള്ളത്, ഇവർ എല്ലാ മേഖലയിലും സാമ്പത്തികമായിട്ട് ഉയരും എന്നുള്ളതാണ്. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിക്കോട്ടെ, അവര് ഈ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയിലെത്താൻ സാധ്യതയുള്ള സമയമാണ്. ചില പുതിയ പ്രണയബന്ധങ്ങളിൽ ചെന്ന് ചാടാൻ സാഹചര്യമുണ്ട്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ചില പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് കലാശിക്കാനും സാധ്യതയുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങൾ വന്നു ചേരാനുള്ള ഒരു സാഹചര്യമാണ് ഈ മാസത്തോട് കൂടിയിട്ട് ഉണ്ടാവുക. വ്യാഴവും ശുക്രന്റെയും അനുഗ്രഹം തീർച്ചയായിട്ടും ഇവർക്ക് നല്ല രീതിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒരു വിജയത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവും. വിദേശത്ത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ഈ സർക്കാർ സർവീസിലിരിക്കുന്നവരായിക്കോട്ടെ, പ്രൈവറ്റ് ജോലികൾ ചെയ്യുന്നവരായിക്കോട്ടെ, ഏത് തരത്തിലുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിലൊക്കെ മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ സാധ്യത കൂടുതലാണ്. ഈ രണ്ട് ഗ്രഹങ്ങളുടെ അനുകൂലത ഇവർക്ക് വളരെയധികം ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഗുണഫലങ്ങളും സമ്പത്തും സമ്പത്തിൽ ആറാടുന്ന സാഹചര്യം ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇവർക്ക് ശുക്രന്റെയും വ്യാഴത്തിന്റെയും അനുഗ്രഹം മാത്രം മതി ഇവർക്കെല്ലാം ജീവിതത്തിൽ നേടിയെടുക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാവുന്നത്. ഏറ്റവും നല്ല ഫലം ഈ ലഭിക്കുന്ന നക്ഷത്രക്കാരാണ് തിരുവോണ നക്ഷത്രക്കാര്. പ്രശ്നചിന്തയിൽ ഏറ്റവും നല്ല ഫലങ്ങൾ ലഭിക്കാൻ പോകുന്ന ഒരു നക്ഷത്രക്കാരാണ് അവിട്ട നക്ഷത്രക്കാര്. അത് ഏറ്റവും ഇവരെ ഏറ്റെടുക്കുന്ന ഏത് കാര്യവും അത് വിജയത്തിലേക്ക് എത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്ന സമയമാണ്. ഈ വിജയം എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇവർ ഏത് പ്രവൃത്തി ചെയ്തോട്ടെ അതിൽ വിജയിക്കും എന്നുള്ളതാണ്. അത് ഒരു ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ബിസിനസ്സിൽ നല്ല വളർച്ച ഉണ്ടാവും. ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ മാസത്തിൽ തുടങ്ങുന്നത് നന്നായിരിക്കും. കർക്കിടകം കഴിയുന്നതോട് കൂടിയിട്ട് പുതിയ കാര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്തു തുടങ്ങാൻ കഴിയും. അതിൽ വിജയം ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ പ്രത്യേകിച്ച് നല്ല സമയം മുഹൂർത്തം നോക്കി ചെയ്യാൻ മാത്രമേ ഉള്ളൂ അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ അവിട്ട നക്ഷത്രക്കാർക്ക് ഈ വിദേശത്തേക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ശ്രമം വിജയിക്കും ചെയ്യും. അത് വിജയിക്കുക മാത്രമല്ല, അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല ജോലിയിൽ പ്രവേശിക്കാനും നല്ല ശമ്പളമുള്ള ജോലി തന്നെയായിരിക്കും ലഭിക്കുന്നത്. കാരണം ഒന്ന് വിദേശത്തേക്ക് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെ പോയത് നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. അതിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക നഷ്ടം വരാനും അത് നിമിത്തം അവിടെ കുടുങ്ങാനും സാധ്യത കൂടിയ സമയമാണ്. ഈ പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രിയിൽ പോകുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജോലിയിൽ ഇരിക്കുന്നവർക്ക് നല്ല ഒരു സാഹചര്യം ഉണ്ടാവും. നല്ല സാഹചര്യങ്ങളും സാമ്പത്തിക നേട്ടം വരാൻ സാധ്യത കൂടുതലാണ്. നിക്ഷേപിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവും. കാരണം നമുക്ക് സമ്പത്ത് നിക്ഷേപിക്കാൻ, അതായത് ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചുണ്ടാവും. ഏറ്റെടുക്കുന്ന പല പ്രവൃത്തികളും വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അത് നിമിത്തം ഇവരുടെ ആത്മാഭിമാനം വർദ്ധിക്കുകയും ചെയ്യും. അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇത്രയേ പറയാനുള്ളൂ. ഈ 12 നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ശ്രേഷ്ഠമായ ഫലങ്ങളാണ് ഈ മാസത്തോട് കൂടിയിട്ട് ലഭിക്കാൻ പോകുന്നത്. അതായത് ജൂലൈ മാസത്തോടു കൂടി ലഭിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും 12 പ്രശ്നചിന്തയിൽ തെളിഞ്ഞ 12 നക്ഷത്രക്കാരെയാണ് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതം ഒന്ന് മുട്ടി നോക്കുക, വരച്ചു നോക്കുക. നിങ്ങൾക്ക് അത്തരം നല്ല അനുഭവങ്ങളൊന്നും ജീവിതത്തിൽ വരുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അസ്ട്രോളജിയെ സമീപിച്ച് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പരിശോധിപ്പിക്കേണ്ടതാണ്. എന്തെങ്കിലും പോരായികൾ ഗ്രഹങ്ങളുടെ ഇത് പൊതുഫലമാണ് പറയുന്നത്. പക്ഷെ പൊതുഫലത്തിൽ വരുന്ന ഈ നക്ഷത്രക്കാരുടെ ഫലങ്ങളിൽ പലർക്കും നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ജാതകത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ചിലപ്പോൾ കൂടുതലും ഗുണങ്ങൾ കിട്ടിയേക്കാം, കുറച്ചും കിട്ടിയേക്കാം. അപ്പൊ അങ്ങനെ ഒരു ഗുണവും കിട്ടാതെ വരുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് നല്ലൊരു അസ്ട്രോളജിയെ സമീപിച്ച് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പരിശോധിപ്പിച്ച് ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിന് ചെറിയ പരിഹാരങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. തീർച്ചയായിട്ടും വിജയം ഉണ്ടാവും. ജീവിതത്തിൽ നല്ലൊരു ജീവിതം എല്ലാവർക്കും നേർന്നുകൊണ്ട്
ഭഗവാൻ അവരെ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം. നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. പുതിയൊരു അറിവുമായി പുതിയൊരു അധ്യായത്തിൽ കാണുന്നവരെ നിങ്ങൾക്ക് അവർക്കും നന്ദി, നമസ്കാരം.